അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം കുറച്ച് ലേറ്റായി പോയി, അറിയാം. നമ്മൾ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ കുറച്ച് ബിസി ആയതുകൊണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സമയമൊന്നും വേസ്റ്റ് ചെയ്യാതെ ഇതിനകത്തോട്ട് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഓർമ്മയുണ്ടാവുമല്ലോ എല്ലാവർക്കും, നമ്മൾ KAS-ൻ്റെ കഴിഞ്ഞ് നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യായിരുന്നു. സോ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സർക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അത് ആക്ച്വലി ഇച്ചിരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മളത് മാത്രം ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതിൻ്റെ ബാക്കി ഒരു മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സബ്സീക്വൻ്റ് ആയിട്ട് നമ്മൾ ഈ കഴിഞ്ഞ് നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ഉണ്ടല്ലോ, അതിലെ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും പെന്നും പേപ്പറും നോട്ട്സും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഫോളോ ചെയ്യുക, വളരെ ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുക. നമ്മൾ മാക്സിമം എല്ലാം കോംപ്രിഹെൻസീവായിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ തുടങ്ങുന്നതന്നെ 15 അയ്യോ സോറി 15 അല്ല കേട്ടോ, ക്വസ്റ്റ്യൻ നമ്പർ 71 എനിക്ക് തെറ്റിപ്പോയതാണ്. KS ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 71 ആണ്. Question: 15 years ago, the mother's age was twice the daughter's age. If 3 years from now, the sum of their ages will be 99. What is the difference between their present age? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, അൾജിബ്ര ആണ് ചോദിക്കുന്നത്. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്താണ് മദറിൻ്റെയും ഡോട്ടറിൻ്റെയും ഇപ്പോഴത്തെ ഏജ് ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ മദറിൻ്റെ ഏജ് നമുക്ക് എക്സ് എന്നും ഡോട്ടറിൻ്റെ ഏജ് നമുക്ക് വൈ എന്നും എടുക്കാം. ഓക്കെ, എല്ലാവരും കൂടെ എഴുതുകയോ ചെയ്യുകയോ, ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു, എഴുതി എൻ്റെ കൂടെ തന്നെ സോൾവ് ചെയ്ത് പഠിക്കുക. അപ്പം കുറച്ചും കൂടി എളുപ്പമാവും. മദറിൻ്റെ ഏജ് എക്സ് എന്നും ഡോട്ടറിൻ്റെ ഏജ് വൈ എന്നും നമ്മൾ സങ്കല്പിക്കുന്നു. അപ്പോൾ ഇനി ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യത്തിൽ തന്നെ കണ്ടീഷനുകൾ എന്താ? 15 years ago the mother's age was twice the daughter's age. 15 years ago, 15 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് അതിനകത്ത് എന്താ ബാക്കിയുള്ള വായിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വർക്ക്ഷീറ്റിൽ 15 വർഷം മുമ്പ് എന്താണെന്നുള്ളത് എഴുതി ശീലിക്കണം. അപ്പോൾ മദറിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് എന്ന് പറയുമ്പോൾ 15 വർഷം മുമ്പ് അതെന്താ? എക്സ് മൈനസ് 15. എന്താ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ? 15 വർഷം മുമ്പ് മദേഴ്സ് ഏജ് വാസ് ട്വൈസ് ദ ഡോട്ടേഴ്സ് ഏജ്. 15 വർഷം മുമ്പുള്ള അമ്മയുടെ വയസ്സെന്ന് പറഞ്ഞാൽ 15 വർഷം മുമ്പുള്ള മോളുടെ വയസ്സിൻ്റെ ഇരട്ടിയാണ്. മോളുടെ വയസ്സ് ഇപ്പോഴെന്താ? വൈ. 15 വർഷം മുമ്പ് എന്താ? വൈ മൈനസ് 15. എന്താ കണ്ടീഷൻ? ഇരട്ടിയാണ് അല്ലേ? നമ്മൾ ആ കണ്ടീഷൻ എഴുതി. 15 വർഷം മുമ്പുള്ള അമ്മയുടെ വയസ്സ്, അത് എക്സിൽ നിന്ന് 15 കുറച്ചത്, 15 വർഷം മുമ്പുള്ള മോളുടെ വയസ്സ് വൈയിൽ നിന്ന് 15 കുറച്ച്, അതിൻ്റെ ഇരട്ടിയാണ്. ഇതെഴുതി. അപ്പോൾ എക്സ് മൈനസ് 15 ഈക്വൽ ടു 2y മൈനസ് അകത്തോട്ട് ഗുണിക്കുമ്പോൾ എന്താ? 2 × 15 30. അപ്പോൾ എക്സ് വൈനെ ഒരു സ്ഥലത്ത് കൊണ്ടുവരാം, എക്സിനെ വൈനെ ഒരു സ്ഥലത്ത് കൊണ്ടുവരാം. 2y മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 30 ഇപ്പുറത്ത് വരും. 30 മൈനസ് 15 വെച്ചാൽ 15. അപ്പോൾ 2y മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 15 ആണ് എന്നത് ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് 3 years ഫ്രം നൗ, എങ്ങനെയാണോ നമ്മൾ തുടക്കത്തിൽ 15 വർഷം മുമ്പുള്ളതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ പിന്നെ വന്നു കഴിഞ്ഞു 3 years ഫ്രം നൗ. അപ്പോൾ തന്നെ നമ്മൾ എന്തെഴുതണം? എക്സ് പ്ലസ് 3യും വൈ പ്ലസ് 3 എന്ന് ഉദ്ദേശിച്ചോളണം. 3 years ഫ്രം നൗ ദ സം ഓഫ് ദർ ഏജസ് വിൽ ബി 99. അപ്പോൾ എക്സ് പ്ലസ് 3 പ്ലസ് വൈ പ്ലസ് 3 എന്താ? 99 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ? എക്സ് പ്ലസ് 3 പ്ലസ് വൈ പ്ലസ് 3 99 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് 6 99. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 99 മൈനസ് 6 എന്താ? 93. രണ്ടാമത്തെ കണ്ടീഷൻ കിട്ടിയില്ലേ? കിട്ടി. അതെടുത്ത് ഇവിടെ നമ്മൾ എഴുതുന്നു. ഇപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇത്, പക്ഷെ നമ്മൾ ഒന്നും കൂടെ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൾജിബ്ര ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നോക്കുമ്പോൾ തന്നെ 2-3 കണ്ടീഷൻസ് ഉണ്ടാവും. 2 കണ്ടീഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ, 15 വർഷം മുമ്പ് അമ്മയുടെ വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ വയസ്സിൻ്റെ ഇരട്ടിയാണ്. അതുപോലെ തന്നെ 3 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റി. 15 വർഷം മുമ്പുള്ള കേസ് വെച്ചൊരു കേസ് ഉണ്ടാക്കി, 3 വർഷം മുമ്പുള്ള കേസ് വെച്ചൊരു കേസ് ഉണ്ടാക്കി.
അത് രണ്ടും കൂടെ ഇനി കൂട്ടി യോജിപ്പിക്കുകയാണ്. കൂട്ടി യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 93. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത് കിട്ടും. നമുക്ക് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒന്നും കൂട്ടുന്നതാണ്. കാരണം അതെങ്ങനെ തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഇവിടെ തീരുമാനിച്ചിങ്ങനെയാണ്. നമുക്ക് എന്താണ് ഒരെണ്ണത്തിൽ -x വേറൊരെണ്ണത്തിൽ +x. അപ്പോൾ ഇത് കൂട്ടിയാലാണ് ക്യാൻസലായി പോവുക അല്ലേ. ഇത് കുറച്ച് എന്ത് പറ്റും, ഈ എക്സിൽ നിന്ന് x കുറയ്ക്കുമ്പോൾ ഈ എക്സ് -x ആവും. അപ്പോൾ ഈ എക്സ് +x ആയി, പിന്നെ 2x വന്നു, പിന്നെ ഇവിടുന്ന് കുറയ്ക്കുമ്പോൾ -y, 2x -y, അത് പിന്നെയും കോംപ്ലിക്കേറ്റ് ആവും. അതിൽ നല്ലത് രണ്ടും ഒന്നും കൂട്ടുന്നതാണ്. അപ്പോൾ എന്താണ് അത് ക്യാൻസലായി പോകും. ഈ എക്സും ആ -x ക്യാൻസലായി പോയി. ഇതും എന്താ 3y ഈക്വൽ ടു 15 + 93 എത്രയാ 108 അല്ലേ. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 108/3. അത് ചെയ്യാനൊന്നും പോകണ്ട, ഡെസിമൽ ആക്കാനൊന്നും വേണ്ട, അവിടെ ഇരിക്കട്ടെ. ആ y നേരെ എടുത്ത് എന്തിലിടുക, ഇവിടെ ഇടുക. എക്സ് പ്ലസ് വൈ എന്താ 108/3 ഈക്വൽ ടു 93. ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. നമുക്കെന്താണ് എക്സ് പ്ലസ് 108/3 ഈക്വൽ ടു 93 എന്നുണ്ട്. അത് ക്രോസ് മൾട്ടിപ്ലൈ വരുമ്പോൾ 3x + 108/3 അല്ലേ. 3x + 108/3 എന്നുള്ള ഇങ്ങോട്ട് പോകുമ്പോൾ 93×3 3×3 9 ഇത് 27 279 എന്നാണ്. അപ്പോൾ 3x എന്ന് പറഞ്ഞാൽ 279 നിന്ന് 108 പോയാൽ 1 7 171 അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ 171/3 എന്ത് വരണം, 21 വരണമെങ്കിൽ 7 വരണം, 17 വരണമെങ്കിൽ ഇത് 3 × 5 15 3 5 അല്ലേ, 15ഉം 2 അപ്പോൾ 57. എക്സ് എന്ന് പറഞ്ഞാൽ 171 3 എക്സിൻ്റെ വാല്യൂ 57 കിട്ടി. എക്സ് എന്താ നമ്മൾ എടുത്തത്, എക്സ് നമ്മൾ മദറിൻ്റെ വയസ്സെന്നല്ല എടുത്തത്. ഓക്കെ, വൈ എന്തായിരുന്നു, ഇനിയിപ്പോൾ വൈ കണ്ടുപിടിക്കാമല്ലോ. കാരണം എന്താ, കാരണം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 93 ഒന്നാമത് നമ്മൾ എഴുതിയില്ലായിരുന്നോ ആദ്യമേ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 93 നമ്മൾ ഒന്നാമത്തേൽ ആദ്യമേ എഴുതിയിട്ടുള്ളതുകൊണ്ട് 57 + y 93. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 93 - 57 അല്ലേ, എന്ത് വരും, അത് 36 വരും. അപ്പോൾ y 36. അപ്പോൾ അമ്മയുടെ വയസ്സ് 57 മകളുടെ വയസ്സ് 36. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, എന്താ അവരുടെ പെർസെൻറ്റേജ് ഡിഫറൻസ് ആണ് എന്ന് പറഞ്ഞാൽ 21 ഇയേഴ്സ് എന്നുള്ളത് ആണ് ഉത്തരം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 78 ആണ്. ഓക്കെ, 78 ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കണം, നിങ്ങൾ നോക്കിയാൽ മതി. ചോദ്യം ഇതാണ്: 100 participants entered a Spelby contest. Rounds were held with 2 participants competing against each other in every round. After each round, the loser of the round gets eliminated from the contest and the winner of the round continues in the game. If none of the rounds resulted in a tie or draw, how many rounds were played to decide the final winner? മലയാളത്തിൽ 100 പേർ ഒരു സ്പെൽബി മത്സരത്തിൽ പങ്കെടുത്തു. അപ്പോൾ ടോട്ടലി മത്സരിച്ചത് 100 ആൾക്കാരാണ്, നമുക്കറിയാം. ഓരോ റൗണ്ടിലും 2 പേർ പരസ്പരം മത്സരിക്കുന്ന റൗണ്ടുകൾ നടന്നു. ഓരോ റൗണ്ടിന് ശേഷം റൗണ്ടിലെ തോൽവി മത്സരത്തിൽ നിന്ന് പുറത്താവുകയും റൗണ്ടിലെ വിജയി ഗെയിമിൽ തുടരുകയും ചെയ്യും. റൗണ്ടുകളൊന്നും സമനിലയിൽ കലാശിച്ചില്ലെങ്കിൽ അന്തിമ വിജയിയെ തീരുമാനിക്കാൻ എത്ര റൗണ്ട് കളിച്ചു എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഈസി ആയിട്ട് വലിയ കാൽക്കുലേഷനൊന്നും ഇല്ലാതെ നടക്കും. നമുക്ക് കുറച്ച് പിക്ചോഗ്രാഫിക്കൽ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നടക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പേരുണ്ടല്ലോ, അവർ പറഞ്ഞ് ഒരു റൗണ്ടിൽ 2 പേര് കളിക്കും അല്ലേ. അപ്പോൾ 2 പേര് അങ്ങനെ 2 ഇതാണല്ലോ കളിക്കുന്നത്. മൊത്തം 100 പേരുണ്ട്. അപ്പോൾ അങ്ങനെ 2 ഇങ്ങനെ 2 പേര് കളിക്കുന്നു വിചാരിക്കണ്ടോ.
രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. ഇങ്ങനെ എത്ര ഇതുണ്ടാവും ഇവിടെ? ഇങ്ങനെ എത്ര റൗണ്ട് നടക്കും? ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയല്ലേ, 100 പേരെ 2 ഇതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. അപ്പം എന്താ, ഇവിടെയും എത്ര പേരുണ്ടാവും? ഇവിടെ 50 പേര്, ഇവിടെ 50 പേര്. താഴോട്ട് ഇങ്ങനെ 50 ആൾക്കാരില്ലേ? ഉണ്ട്. ഇങ്ങനെ 50 ആൾക്കാരുണ്ട്. ഇങ്ങനെ ഈ വരകൾ എന്താ? വരകൾ റൗണ്ട് ആവരുത് തമ്മിൽ. ശ്രദ്ധിച്ച് കേൾക്കുക. മൊത്തം 100 പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓരോ റൗണ്ടിലും 2 പേര് പരസ്പരം മത്സരിക്കുന്നത്. അപ്പം 2 പേര് ഇതേ ഫസ്റ്റ് റൗണ്ട്, അടുത്ത 2 പേര് സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, ഫോർത്ത് റൗണ്ട്, അങ്ങനെ വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണ് സംഭവം. അങ്ങനെ നമ്മൾ ഒന്നുമില്ല, 100 പേരെ എന്ത് ചെയ്തു? നമ്മൾ രണ്ട് വരിയായിട്ട് നിർത്തി, 2 സെക്ഷനായിട്ട് നിർത്തി. അപ്പോൾ ഒരു സെക്ഷനിൽ 50 പേരും അടുത്ത സെക്ഷനിൽ 50 പേരും. കാരണം 100ന്റെ പകുതി 50 അല്ലേ? അത്രേ ഉള്ളൂ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതാണ്. അങ്ങനെ താഴോട്ട് എത്ര ഇങ്ങനെ എത്ര എണ്ണം ഉണ്ട് താഴോട്ട്? അപ്പോൾ ഒരു സൈഡ്, ഈ സൈഡിൽ 50, ഈ സൈഡിലും 50 അല്ലേ? അപ്പോൾ ഈ വര എത്ര എണ്ണം ഉണ്ടാവും താഴോട്ട്? 1, 2, 3, 4, 50 എണ്ണം ഉണ്ടാവും അല്ലേ? അപ്പോൾ 50 റൗണ്ട് ഇവിടെ. അപ്പം 50 റൗണ്ടാണോ കളിക്കുന്നത്? അല്ല. കാരണം എന്താ? ഇവിടെയാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും കളിച്ചിട്ട് ജയിക്കുന്ന ഒരാളില്ലേ? ജയിക്കുന്ന ഒരാൾ, അത് ഇതാന്ന് വിചാരിക്കുക. ഇയാളാണ് ജയിക്കുന്നതെങ്കിൽ അയാളെന്താ? ഇയാളുമായിട്ട് കളിക്കും. എന്നിട്ട് ഇവരിന്ന് ജയിക്കുന്ന ആള് അടുത്ത ഇയാളുമായിട്ട് കളിക്കും, അല്ലെങ്കിൽ അടുത്ത ആളായിട്ട് കളിക്കും. അപ്പം എന്താ? ഇത് താഴെ വരെ ഈ വരയും ഇങ്ങനെ ഒരു ക്രോസ് വരയും ഉണ്ടാവും. അപ്പം നിങ്ങളെന്ത് വിചാരിക്കും? 50 വര താഴോട്ട്, 50 വര ക്രോസ് എന്നല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് എഴുതി വെക്കും? 50 100 റൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എഴുതി വെക്കും. അതിനുവേണ്ടി തന്നെ തെറ്റിക്കാനാ 100 തന്നിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. കാരണം എന്താ? ഈ വര ഈ വര നടുക്കുള്ള വര എന്ന് പറയുമ്പോൾ 2 വരയ്ക്കും കൂടെ ഒരെണ്ണമേ ഉള്ളൂ. അപ്പം മൊത്തം വര 50 അല്ല, 49 വരുള്ളൂ. അതെന്താ? ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങനെ 5 വരയാണ് നോക്കുക. 5 റൗണ്ട് ആദ്യം വരച്ചോളൂ. 1 2 3 4 5 1 2 3 4 5 ഇല്ലേ? ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വരച്ച പോലെ റൗണ്ട് വരച്ചില്ല. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 ആണോ? അല്ല, 4 എണ്ണേ ഉള്ളൂ. കാരണം 5 വരെ ബന്ധിപ്പിക്കുന്ന ഇതാ. അപ്പോൾ 5 എണ്ണം ഇങ്ങനെ ഉണ്ടെങ്കിൽ ക്രോസ് വരയ്ക്കുന്ന എണ്ണം 5 ഇല്ല, 4 എണ്ണമേ ഉള്ളൂ. 5 + 4 9 റൗണ്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ? ഇവിടെ 50 പാരലൽ ലൈൻസ്, ക്രോസ് ചെയ്യുന്ന എന്തായിരിക്കും? 49. 50 49 കൂടെ 99 റൗണ്ടാണ് എന്ത്? അതിൻ്റെ മൊത്തം റൗണ്ട് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ വേറൊരു മെത്തേഡിൽ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഈ മെത്തേഡ്, ഈ ലോജിക്ക് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്തതിലോട്ട് പോവാം. അടുത്ത ചോദ്യം നമ്പർ 77. കണ്ടോ, സർക്കിൾ ഉണ്ട്. സർക്കിളിൻ്റെ നോളജ് വരും അല്ലേ? അപ്പോൾ ഫോളോയിങ് പൈ ചാർട്ട് റെപ്രസെൻറ്റ്സ് ദ വെഹിക്കിൾസ് യൂസ്ഡ് ബൈ ഓഫീസ് ഗോയേഴ്സ് ടു റീച്ച് ദെയർ ഓഫീസ്. ഒരു ഓഫീസിലോട്ട് പല ടൈപ്പ് വെഹിക്കിളുകൾ ഉപയോഗിച്ച് പോകുന്ന ആൾക്കാരെ കാണിക്കുന്ന ഒരു പൈ ചാർട്ടാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. പല ഇങ്ങനെ പൈ ചാർട്ട് ഉപയോഗിച്ച് നമ്മൾ കാണിക്കുമല്ലോ. ചോദിക്കുക എന്താ? വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ കറസ്പോണ്ടിങ് ടു ദ ഓഫീസ് ഗോയേഴ്സ് ഹൂ യൂസസ് 4 വീലേഴ്സ് ഫോർ ദെയർ കമ്മ്യൂട്ട്? അല്ലെങ്കിൽ മധ്യകോൺ എന്താണെന്നാണ് മലയാളത്തിൽ ചോദിച്ചിരിക്കുന്നത്. മധ്യകോൺ എന്ന് വെച്ചാൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് സെൻറ്റർ ആണല്ലോ സർക്കിളിൻ്റെ. അപ്പോൾ ഇതാണ് 4 വീലേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഭാഗം എന്ന് വിചാരിക്കുക. ഇതിവിടെ ഉണ്ടാക്കുന്ന കോണിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന കോണിൻ്റെ കാര്യം അറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഈ ഒരു ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഇമേജിലോട്ട് നോക്കുക. ഇതിൽ 4 വീലേഴ്സിൻ്റെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. 4 വീലർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? കാറുണ്ട്, ബസ്സുണ്ട് അല്ലേ? കാറും ബസ്സും. കാറിൽ പോകുന്നവരുടെ എണ്ണം 100, ബസ്സിൽ പോകുന്നവരുടെ എണ്ണം 80. മൊത്തം 4 വീലറിൽ വരുന്നവരുടെ എണ്ണം 180 ആണ്. മൊത്തം 4 വീലറിൽ വരുന്നവരുടെ എണ്ണം 180 ആണ്. അത് എത്രയിലാണ് 180? മൊത്തം വണ്ടികളുടെ എണ്ണം എന്താ? 100 പ്ലസ് മൊത്തം വണ്ടികളുടെ എണ്ണം എന്താ? 100 പ്ലസ് 80 പ്ലസ് 120 പ്ലസ് 20. അതായത് എന്താ? 220, 240, 80, 320. അപ്പോൾ മൊത്തം വണ്ടികളുടെ എണ്ണം 320,
ഫോർ വീലറിൽ മാത്രം വരുന്നവരുടെ എണ്ണം 180 അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ എഴുതും? 320 180 അഥവാ 180/320. ഇത് വേറൊരു വസ്തുവിന് ഈക്വലാണ്. അതെന്താ നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് സർക്കിൾ അറിയണം. സിമ്പിൾ, മധ്യകോണല്ല യോജിച്ചിരിക്കുന്നത്. ഒരു സർക്കിളിൽ സെന്റർ ഉണ്ട്. ഇതിൻ്റെ ചുറ്റുമുള്ള ആംഗിൾ എത്രയാണ്? 360 അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം വന്നിട്ട് എന്താ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അത് എക്സ് എന്ന് നമ്മൾ വിളിക്കും. അതാണ് ഈ ആംഗിൾ നമുക്ക് വിചാരിക്കാം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ 180, അതായത് എന്താ, ബസ്സിൻ്റെയും കാറിൻ്റെയും എണ്ണം കൂടി ഉണ്ടാകുന്ന ഫോർ വീലറിൻ്റെ എണ്ണം, അത് നടുക്കുണ്ടാക്കുന്ന ആംഗിളാണ് അതെന്ന് വിചാരിക്കുക, എക്സ്. ആ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 360 ഭാഗമല്ലേ? കണ്ടോ? അപ്പോൾ ഇപ്പം ഇങ്ങനെ വന്നു, റേഷ്യോയുടെ കണക്ക് നമ്മളവിടെ വന്നു. അതായത് ഈ 180 എന്ന് പറഞ്ഞാൽ 320 ഭാഗമാണ് സർക്കിളിലെങ്കിൽ ഒറിജിനൽ സർക്കിളിൽ എന്താ, അത് 360 ഡിഗ്രിയാണ്, അതിൽ എക്സിൻ്റെ ഭാഗമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാ ഇത് വെട്ടുന്നത്? എങ്ങനെയാ? ഈക്വൽ ആയതുകൊണ്ട് ഇങ്ങനെ വെട്ടു. കാരണം 160 മേളിൽ വരുമല്ലോ. ഈ 0 പോയി അല്ലേ? ഇതെന്താ 180 32 പോയാൽ 90. ഇതെന്താ 16 അല്ലേ? 16 36 പോയാൽ എന്താ? ഇത് 18, ഇത് 8 അല്ലേ? പിന്നെ ഇത് 4, ഇത് 9. അപ്പോൾ എന്താ പറയുക, എക്സ് ഈക്വൽ ടു 90 × 9/4 എന്ന് വരും. 90 × 9/4 ഏതാ? 810/4. 810/4 എന്താ? 810 ഡിവൈഡഡ് ബൈ 4. 4 × 2 ഇത് 8. 0 ഒന്നിറക്കി പറ്റില്ല. 0 എന്താ? 0 10. 4 × 2 8. റിമൈൻഡർ 2 വന്നു. 2/4 പറയുമ്പോൾ എന്താ? 0.5. അപ്പോൾ 202.5 അല്ലേ എന്നുള്ളതാണ് നമ്മുടെ ഉത്തരത്തിലുണ്ട്. ഇനിയിപ്പോൾ എന്താ, നിങ്ങൾക്ക് ഈ 0.5 എഴുതിയ സംഭവം കിട്ടിയില്ലെങ്കിൽ തന്നെ ഉത്തരത്തിൽ നോക്കിയാൽ എന്താ 202. അത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്നില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ ഏറ്റവും അടുത്ത് വരുന്നതിലോട്ട് തന്നെ 202.5 തന്നെ നിങ്ങൾ ടിക്ക് ചെയ്യുക. ഓക്കെ, അതാണ് അതിൻ്റെ ഉത്തരം. An athlete running on a track falls short of the finish line by 20 meters when she runs at a constant speed for a given time. If she increases her speed by 40%, she overshoots by 10 meters in the same time. What is the length of the track? അപ്പോൾ ഇവിടെ ബേസിക്കലി നമുക്കൊരു ട്രാക്ക് ഉണ്ട് അല്ലേ? ഒരു സ്പോർട്സ് ആണ്. ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. ആദ്യം പറയുന്നത് എന്താ? ഒരു അത്ലീറ്റ് റണ്ണിങ് ഓൺ എ ട്രാക്ക് ഫാൾസ് ഷോർട്ട് ഓഫ് ദ ഫിനിഷ് ലൈൻ ബൈ 20 meters. ഫാൾ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലയാളം കൊടുക്കുന്നുണ്ട്. എന്താണ്? അപ്പോൾ ഫിനിഷിംഗ് ലൈനിൽ 20 meter മുമ്പ് ഒരു പ്രത്യേക ടൈമിൽ ആ ഫിനിഷിംഗ് പോയിന്റിന്റെ 20 meter മുമ്പ് ഇവിടെ, അതായത് ഇത്രയും 20 meter ആണ് ഇവിടെ വെച്ച് നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്താ? ഇഫ് ഷീ ഇൻക്രീസസ് ഹെർ സ്പീഡ് ബൈ 40%, ഷീ ഓവർഷൂട്ട്സ് ബൈ 10 meters ഇൻ ദ സെയിം ടൈം എന്നാണ് പറയുന്നത്. അതായത് അതേ ടൈമിൽ സ്പീഡ് 40% ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് പറ്റി? ഫിനിഷിംഗ് ലൈനിനെക്കാട്ടും 10 meter അപ്പുറത്ത് പോയി നിന്നു. 10 meter അപ്പുറത്ത് നിന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രാക്കിന്റെ ലെങ്ത് ആണ് ചോദിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് സിമ്പിൾ ലോജിക്കേ ഉള്ളൂ. അതായത് എന്താ, ആദ്യം ഓടി നിന്നത് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് 20 meter എന്താ മുമ്പ്, രണ്ടാമത് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് 10 meter അകലെ അല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇല്ലേ, ഈ രണ്ട് കേസിലെ ഡിഫറൻസ്, ആദ്യം നിന്ന കേസും രണ്ടാമത് നിന്ന കേസും തമ്മിലെ ഡിഫറൻസ് എത്ര ദൂരം? 30 meter ആണേ. അതായത് ആദ്യം ഓടി നിന്നപ്പോഴും 40% കൂട്ടിയെടുത്ത് ഓടിയപ്പോഴും നിന്ന രണ്ട് സ്ഥലത്തെ ഡിഫറൻസ് കണ്ടോ? അതായത്
എന്താ 30 അതായത് സ്പീഡ് കൂട്ടിയപ്പോൾ ഇത്രയും ദൂരം കൂടി. 40% സ്പീഡ് കൂട്ടിയപ്പോൾ ഇത്രയും ദൂരം കൂടിയെങ്കിൽ അതെന്ത് തന്നെയായിരിക്കും? ആ കൂടിയ ഡിസ്റ്റൻസ് 40% തന്നെയായിരിക്കും. മനസ്സിലായോ? ഞാൻ കുറച്ച് ശതമാനം സ്പീഡ് കൂട്ടിയപ്പോൾ എത്ര ഡിസ്റ്റൻസ് കൂടുന്നു എന്നുള്ളത് ആ കൂട്ടിയ സ്പീഡിൻ്റെ ആ ശതമാനം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ആ ടൈംസ് തന്നെ ആയിരിക്കും, അല്ലേ? അപ്പം എന്താ, എന്തിൻ്റെ അല്ല, 40% ഡിസ്റ്റൻസ് കൂടി. സോറി, അപ്പോൾ ഈ 40% എന്ന് വെച്ചാൽ എന്താ? ഈ ട്രാക്കിൻ്റെ 40%. ഈ ട്രാക്കിൻ്റെ ഡിസ്റ്റൻസിൻ്റെ 40% 30. ഈ ട്രാക്കിൻ്റെ ഡിസ്റ്റൻസിൻ്റെ 40% എന്ന് പറഞ്ഞാൽ 40/x × 40/100 ആണെന്താ? 30, അല്ലേ? അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 30/0.4, അല്ലേ? അപ്പം എന്താ, എങ്ങനെയാ? 30/4 7 28 എന്താ? 2 എന്ന് വെച്ചാൽ 7.5, അല്ലേ? 0.4 ആകുമ്പോഴോ? 0.4 ആകുമ്പോൾ ഒരു പോയിന്റ് മാറ്റണം, മൾട്ടിപ്ലൈ. സോ 75. സോ 75. പക്ഷെ ഇതെന്താണ്? ആദ്യോടി നിന്നതിൻ്റെ ആണ്. ആദ്യോടി നിന്ന് ഈ ട്രാക്കില്ലേ, അതിൻ്റെ 40%. കാരണം 40% ഇൻക്രീസ് ആയപ്പോഴേ ഇതായത്. അപ്പോൾ 40% 30. അപ്പോൾ ടോട്ടൽ ട്രാക്കിൻ്റെ ഡിസ്റ്റൻസ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ട്രാക്ക് എന്താ? ഇവിടുന്ന് ഇവിടം വരെ അവനെന്താ? 20 കൂട്ടണം. അപ്പോൾ 75 + 20 എന്താണ്? 95. ഓക്കെ, അങ്ങനെയാണ് ഇത് ഉത്തരം കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ കുറേ പേർക്ക് ഈ സാധനത്തിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലാതെ ചിലപ്പോൾ ഉണ്ടാവും. ഈ 40%-ൻ്റെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഓടിയപ്പോൾ എന്താ? ഒരേ ടൈമിൽ ഒരേ സ്പീഡിൽ ഓടിയപ്പോൾ ഇവിടെ എത്തി. അത് 20 എന്താണ് മീറ്റർ കുറവാണ്. അതേ ടൈമിൽ സ്പീഡ് 40% കൂട്ടിയപ്പോൾ ഇത്രയും കൂടി. അപ്പം 40% കൂടിയപ്പോൾ കൂടിയ ഡിസ്റ്റൻസ് ആണിത്. എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഈ ഡിസ്റ്റൻസിൻ്റെ 40% ആയിരിക്കും. അങ്ങനെയാണ് എടുത്തത്. ഇനി അത് എന്താണ് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളവർക്ക് വേറൊരു രീതിയിൽ ഞാനത് മാത്തമാറ്റിക്കലായിട്ട് തന്നെ കാണിച്ചു തരാം. മീൻസ് ഈ ഫാക്റ്റ് മാത്രം, ഉത്തരമല്ല, ഈ ഫാക്റ്റ് മാത്രം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതായത് അപ്പോൾ ആദ്യത്തെ കേസിൽ ആദ്യത്തെ കേസിൽ സ്പീഡ് ഇൻറ്റു ടൈമാണ് ഡിസ്റ്റൻസ്. ടൈം ഒന്ന് തന്നെയല്ലേ സ്പീഡ് കേസ്. രണ്ടാമത്തെ കേസിൽ എന്താ? സ്പീഡ് 40% കൂടി. സ്പീഡ് 40% കൂടുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ പറയുന്നത് അറിയുമോ? ഒരു സാധനത്തിനെ 40% വെച്ചാണ് കൂട്ടുന്നതെങ്കിൽ അതിൻ്റെ ഇത് കണ്ടുപിടിക്കാനായിട്ട് അതേ ഇൻറ്റു നമ്മൾ ഇങ്ങനൊരു ഫോർമുല ഉണ്ട്. 100 + എത്രയാണോ കൂടിയത് /100. അതേസമയത്ത് കുറഞ്ഞാണെങ്കിൽ 100 എത്രയാണോ കുറഞ്ഞത് /100 എന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറയുന്നത് പിന്നെ ഒരു ക്ലാസ് പറഞ്ഞുതരാം. പെർസെൻറ്റേജസ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതെന്താ? ഇത് 140/100 എന്ന് വെച്ചാൽ 14/10 എന്ന് പറഞ്ഞാൽ എന്താ? 1.4. ഇതിനെ അത്രയും ടൈംസ് ആണ്. അപ്പോൾ സ്പീഡ് 40% കൂടിയപ്പോൾ എന്താണ്? അതായത് 1.4 × s × t. ഡിസ്റ്റൻസ് എന്താവും? STD ആണെങ്കിൽ 1.4 × ST എന്താ? 1.4D. മനസ്സിലായോ? അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന D ഇപ്പോൾ എന്താ? 1.4 × D. 1.4 എന്താ പറഞ്ഞത്? 1.4 × S വന്നപ്പോൾ എന്താ? എസിൻ്റെ 40% അല്ലേ? അപ്പോൾ ഡിയുടെ 40%. അങ്ങനെയാണ് എന്താണ് 40% കൂട്ടിയപ്പോൾ കിട്ടിയ ഡി എന്ന് വെച്ചാൽ 1.4D ആണ്. അങ്ങനെയാണ് ഇത് 40% പറഞ്ഞത്. ഇത് മാത്തമാറ്റിക്കലി പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണമെന്നൊന്നും ഇല്ല. ഇത് മാത്തമാറ്റിക്കലി സംശയമുള്ളവർക്ക് ആ ഒരു സംഭവം ഞാൻ കാണിച്ചു തന്നാണ്. ഇത്രേ ഉള്ളൂ. ഞാനൊരു സ്ഥലത്തോട്ട് ആദ്യം ഓടിയപ്പോൾ ഒരു ഡിസ്റ്റൻസ് എത്തി. അതേ സമയത്തിൽ ഞാൻ 40% സ്പീഡ് കൂട്ടിയപ്പോൾ ആ ഡിസ്റ്റൻസിനെക്കാട്ടും കുറച്ചുകൂടെ മുന്നേ പോകുമല്ലോ. അതെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കൂട്ടിയ സ്പീഡിൻ്റെ അതേ പെർസെൻറ്റേജ് അളവായിരിക്കും. 40% കൂട്ടിയ 40%, 30% കൂട്ടിയ 30%. അത്രേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. അടുത്തതിലോട്ട് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 75 ആണ്.
പറഞ്ഞിരിക്കുന്നത് എക്സ് ഈസ് എ 3-digit number such that x is a 3-digit number such that the difference between the number and its reverse is 99. Then what is the difference between the digit at the hundredths place and the digit at the units place of x ആണ് ചോദ്യം. അപ്പോൾ എക്സ് ഒരു 3-digit നമ്പർ ആണെങ്കിൽ നമുക്ക് അതിനെ എക്സ് വൈ സെഡ് എന്ന് വിളിക്കാം. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ റിവേഴ്സ്, അതായത് എന്താ ഇസഡ് വൈ എക്സ്, അതിൻ്റെ റിവേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 99 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിജിറ്റ് അറ്റ് ദ ഹൺഡ്രഡ്സ് പ്ലേസ് ആൻഡ് ദ ഡിജിറ്റ് അറ്റ് ദ യൂണിറ്റ്സ് പ്ലേസ് ഓഫ് എക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സും ഇസഡും തമ്മിലെ ഡിഫറൻസ്, ഈ എക്സും ഇസഡും തമ്മിലെ ഡിഫറൻസിനെ നമുക്ക് എക്സ് മൈനസ് ഇസഡ് എന്ന് തന്നെ എഴുതാം. കാരണം എക്സ് ഇസഡിനേക്കാൾ വലുതായിരിക്കുന്നതിൻ്റെ കാരണം നോക്കൂ, ഒറ്റക്ക സംഖ്യയുടെ സ്ഥലത്ത് അത് തന്നെയും എന്താണ് 10ന്റെ പ്ലേസിലുള്ളത്, ടെൻസിൻ്റെ പ്ലേസിലുള്ളത് എന്താണ് 10ന്റെ വാല്യൂ, എക്സിൻ്റെ പ്ലേസിലുള്ളത് 100ന്റെ വാല്യൂ തരും. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലുള്ളതല്ലേ. സിമ്പിൾ ഇത്രേ ഉള്ളൂ. എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. അതിൽ ഇസഡ് എന്ന് പറഞ്ഞാൽ വൺസിൻ്റെ പ്ലേസ് ആയതുകൊണ്ട് അതിൻ്റെ തന്നെ വാല്യൂ, വൈ എന്ന് പറഞ്ഞാൽ ടെൻസിൻ്റെ പ്ലേസ് ആയതുകൊണ്ട് 10ന്റെ വാല്യൂ, എക്സ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് ആയതുകൊണ്ട് 100ന്റെ വാല്യൂ ആണ് തരുന്നത് നമുക്ക്. അങ്ങനെയാണല്ലോ. അപ്പോൾ എന്താണ് എക്സ് മൈനസ് ഇസഡ് എന്നല്ലേ, കാരണം ഇതിനല്ലേ വെയിറ്റേജ് കൂടുതൽ. 100ന്റെ പവർ ഡിജിറ്റ്സിൻ്റെ ടൈമിൽ വരുമ്പോൾ ഇതാണ് 100ന്റെ പവർ കൊണ്ടുവരുന്നത്, ഇത് അതിൻ്റെ 1ന്റെ പവറേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഇതാണ് നമുക്ക് വേണ്ടത്, അതിൽ നിന്ന് ഉള്ള കുറവാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതിൽ നമുക്ക് ഈ വൈയുടെ കാര്യം ഇഗ്നോർ ചെയ്യാം. കാരണം എന്താ, വൈ രണ്ടിലും ഒന്നാണ്, അക്കവും ഒന്നാണ്, കൊണ്ടുവരുന്ന പവറും ഒന്നാണ്. അപ്പോൾ അത് വിട്ടിട്ട് ഇത് നമുക്ക് ഒരു രീതിയിലല്ല, അതായത് എക്സ് 100ന്റെ പവർ കൊണ്ടുവരുന്നു പ്ലസ് ഇസഡ് 1ന്റെ പവർ കൊണ്ടുവരുന്നു. അതിൽ നിന്നും എന്താ ഇവിടെ എന്താ കേസ്, താഴെ ഇവിടെ ഇസഡ് ആണ് 100ന്റെ പവർ കൊണ്ടുവരുന്നത്, എക്സ് 1ന്റെ പവർ കൊണ്ടുവരുന്നു. അപ്പോൾ അതിൽ നിന്ന് അത് കുറച്ചപ്പോൾ എന്ത് കിട്ടി, ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, കാരണം രണ്ടും രണ്ട് എൻറ്റിറ്റീസാണ്, രണ്ട് നമ്പറുകളാണ് അല്ലേ. അപ്പോൾ എന്താ ഇവിടെ 100x പ്ലസ് ഇസഡ് മൈനസ് 100z മൈനസ് എക്സ് 99, അതായത് 100x മൈനസ് എക്സ് 99x മൈനസ് 100 ഇസഡ് പ്ലസ് ഇസഡ്, ഡിഫറൻസ് 100ൽ നിന്ന് 99 മൈനസ് 99 ഇസഡ് ഈക്വൽ ടു 99. അപ്പോൾ എന്താ 99 ഒരുമിച്ച് പുറത്തെടുക്കാം, മേലോട്ട് എഴുതാം ക്ലിയർ ആവുന്നില്ലെങ്കിൽ. അത് എക്സ് മൈനസ് 99 ഇസഡ് 99 പുറത്തോട്ട് എടുത്താൽ എക്സ് മൈനസ് ഇസഡ് 99 വെട്ടിപ്പോവില്ലേ 1. അപ്പോൾ എക്സ് മൈനസ് ഇസഡ് എന്താ 1, ഉത്തരം 1. 100s പ്ലേസിലും നമ്മൾ എക്സ് വൈ സെഡ് എന്നല്ലേ നമ്പർ എടുത്തത്, 100s പ്ലേസിലെയും 1s പ്ലേസിലെയും യൂണിറ്റ്സ് പ്ലേസിലെയും ഡിഫറൻസ് 1. ഓക്കെ, എന്താണ് A divided B means A is the mother of B, A plus B means A is the daughter of B, A into B means A is the son of B, A minus B means A is the father of B. അങ്ങനെയാണെങ്കിൽ P plus Q minus R into S divided by T എന്താണ്? അപ്പോൾ എന്താ P mother of Q അല്ലേ, പ്ലസ് എന്ന് പറഞ്ഞാൽ മദറാണ്, മൈനസ് എന്താ ഫാദർ ഓഫ് ബി എന്നാണ് പറഞ്ഞത്, ഫാദർ ഓഫ് ആർ ക്വസ്റ്റ്യൻ അനുസരിച്ച് അല്ലേ. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഇത് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ കൂടെ ആർ ഇൻറ്റു എസ് ആണ്, അതായത് ഇൻറ്റു എന്താ സൺ, ആർ സൺ ഓഫ് എസ് ഡിവൈഡഡ് ബൈ ടി.
എസ് മദർ ഓഫ് ടി, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? റീസണിങ് കറക്റ്റ് അല്ലേ? ടി പ്ലസ്, പ്ലസ് എന്ന് പറഞ്ഞാൽ അല്ല, തെറ്റിപ്പോയി കേട്ടോ. ടി പ്ലസ് എന്ന് പറഞ്ഞാൽ പി പ്ലസ് എന്ന് പറഞ്ഞാൽ പി ഈസ് ദ ഡോട്ടർ ഓഫ് ക്യൂ എന്നാണ്. കാരണം എ പ്ലസ് ബി, എ ഈസ് ദ ഡോട്ടർ ഓഫ് ബി. ക്യൂ മൈനസ് ആർ എന്ന് വെച്ചാൽ ക്യൂ ഈസ് ദ ഫാദർ ഓഫ്, കറക്റ്റ് ആണ്. ആർ ഇൻറ്റു എസ്, ഇൻറ്റു എന്താ, ഇസ് ദ സൺ അല്ലേ? ആർ ഈസ് ദ സൺ ഓഫ് എസ്. എസ് എന്താണ്, ഡിവൈഡഡ് ബൈ ടി, ഡിവൈഡഡ് മദർ ഓഫ് ടി, കറക്റ്റ് ആണ്. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താണ് കേട്ടോ. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് വരും. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ക്രോസ് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പി എങ്ങനെയാണ് ടി യു ആയിട്ട് റിലേഷൻ? എന്താ, ക്യൂവിൻ്റെ മകളാണ് പി. ക്യൂ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ ഫാദറാണ്. അപ്പോൾ ആറും പി തന്നെ. ആർ എന്ന് പറഞ്ഞാൽ സണ്ണാണ്. ആരുടെ? എസിൻ്റെ സണ്ണാണ് ആർ. എസ് വൈഫും ഇയാൾ ഫാദറുമാണ്. കാരണം ക്യൂ ആറിൻ്റെ ഫാദറാണെന്നുണ്ട്. അപ്പോൾ തന്നെ എസ് വൈഫ്, എസിൻ്റെ സണ്ണാണ് ആർ. എസിൻ്റെ എസ് എന്ന് പറഞ്ഞാൽ ടിയുടെ മദറാണ്. അപ്പോൾ പി യു ആർ ടിയും ബ്രദേഴ്സാണ്, സഹോദരങ്ങളാണ്. ഹൗ ഈസ് പി റിലേറ്റഡ് ടു ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പി ഈസ് ദ വൈഫ് ഓഫ് ടി. പി ഡോട്ടറാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ആരാ? ടിയുടെ ആരായിരിക്കും? ടി ബ്രദർ ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും ടിയുടെ സിസ്റ്റർ ആയിരിക്കും പി. അപ്പോൾ പി ഈസ് ദ സിസ്റ്റർ ഓഫ് ടി. ഓപ്ഷൻ നമ്പർ ബി ആണ് ഉത്തരം. പി ഈസ് ദ വൈഫ് ഓഫ് ടി വരില്ല, ടി ഈസ് ദ ഗ്രാൻഡ് മദർ ഓഫ് പി വരില്ല, ടി ഈസ് ദ മദർ ഓഫ് പി വരില്ല. ആകെ വരുന്നത് പി ഈസ് ദ സിസ്റ്റർ ഓഫ് ടി. അപ്പോൾ അതിന് ജെൻഡറും ആവശ്യമില്ല, കാരണം ഓപ്ഷൻസിൽ അത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു പ്രത്യേക ലാംഗ്വേജിൽ ക്ലാസ് എന്നത് UUCNE എന്നാണ് കോഡ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ എന്ന് പറഞ്ഞതിൻ്റെ കോഡ് എന്താ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്ലാസ്സിൽ 2 അക്ഷരം അടുപ്പിച്ച് വരുന്ന SS ആണ്. യുയിൽ 2 അക്ഷരം അടുപ്പിച്ച് വരുന്നിരിക്കുന്നത് ഇവിടെ. അതായത് ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ. അതായത് ക്ലാസ്സിനെ റിവേഴ്സിൽ എഴുതിയിട്ടാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റിലേഷൻ കണ്ടുപിടിക്കാം. എന്താ, SU ഒരെണ്ണം 2 എണ്ണം ചാടി, STU, ABC, LMN. അത് തന്നെ അല്ലേ? അത് തന്നെ LMN, CDE. അപ്പം എന്ത് ചെയ്യണം? സെക്ഷനെ അതുപോലെ മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ എന്താ, തിരിച്ചെഴുതും. സെക്ഷൻ NOITCES, നോട്ടീസസ് പോലെ ഇരിക്കുന്നത് അല്ലേ? നോയിസസ്, കറക്റ്റ്. അപ്പോൾ ഇതെങ്ങനെയാ? MNOP Q. അതെ, സോറി, NOP Q, JK, V, CDE, EFG, STU. അപ്പോൾ PQKVEGU. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ. അടുത്തത്, ഇൻ എ സൊസൈറ്റി വിത്ത് 100 members, ഈച്ച് മെമ്പർ പ്ലേസ് അറ്റ്ലീസ്റ്റ് 1 sport. ഒരു സൊസൈറ്റിയിൽ 100 മെമ്പർ ഉണ്ട്. ഈച്ച് മെമ്പർ പ്ലേസ് അറ്റ്ലീസ്റ്റ് 1 sport amongst ക്രിക്കറ്റ്, ഹോക്കി ആൻഡ് വോളിബോൾ. ഏറ്റവും കുറഞ്ഞ ഒരെണ്ണം എല്ലാവരും കളിക്കുന്നുണ്ട്. ഇഫ് 20 members പ്ലേ ക്രിക്കറ്റ് ഓൺലി, ക്രിക്കറ്റ് മാത്രം കളിക്കുന്നവർ 20. 30 പ്ലേ ഹോക്കി ഓൺലി, ഹോക്കി മാത്രം കളിക്കുന്നവർ 30. 25 പ്ലേ വോളിബോൾ ഓൺലി, വോളിബോൾ മാത്രം കളിക്കുന്നവർ 25. അടുത്തത് ഇത് ഒരെണ്ണം മാത്രം കളിക്കുന്നവരുടെ എണ്ണമാണ്. ഇത് ഒരെണ്ണം മാത്രം. വേറെ പറഞ്ഞിരിക്കുന്നത് 12 പ്ലേ ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഹോക്കി അല്ലേ? അതായത് ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്നവർ, ക്രിക്കറ്റ് ആൻഡ് ഹോക്കി കളിക്കുന്നവർ 12.
7 പ്ലേ ബോത്ത് ഹോക്കി ആൻഡ് വോളിബോൾ. ഹോക്കി വോളിബോളും രണ്ടും കളിക്കുന്നവർ 7. പിന്നെന്താ 3 members play 7 play both hockey and volleyball and 3 members play all the sports. ഹോക്കിയും ക്രിക്കറ്റും വോളിബോളും കളിക്കുന്നവർ 3 പേര്. ചോദിച്ചിരിക്കുന്നത് എന്താ? അപ്പോൾ ഇത് ഒരെണ്ണം മാത്രം കളിക്കുന്നവർ, ഇത് മൾട്ടിപ്പിൾ രണ്ടോ അതിൽ കൂടുതൽ കളിക്കുന്നവർ. പക്ഷെ ഇതിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. നമ്മൾ എന്താ പറയുക, ക്രിക്കറ്റും വോളിബോളും കളിക്കുന്നവരും ഇതിൽ പെടും. നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ then how many members play at least 2 sports? ഏറ്റവും കുറഞ്ഞത് 2 കളിക്കുന്നവർ. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 2 കളിക്കുന്നവർ എന്ന് പറയുമ്പോൾ 2 കളിക്കുന്നവരും വരും, 3 കളിക്കുന്നവരും വരും. അപ്പോൾ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ 2 വഴി. എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എന്താ 100-ൽ ഇതങ്ങോട്ട് മാറ്റി എഴുതായി. കാരണം വേറെ ഒന്നുമില്ല. കാരണം ഇവരൊക്കെ ഒരെണ്ണേ കളിക്കുള്ളൂ. ഇവരാണ് ഏറ്റവും അറ്റ്ലീസ്റ്റ് 2 കളിക്കുന്നത്. നമ്മളോട് 2 കളിക്കുന്നതോ അല്ലെങ്കിൽ 4-ഓ 3-ഓ കളിക്കുന്നതോ എക്സാക്ട്ലി അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. 2-ഓ അതിൽ കൂടുതലോ അത് ഇവരാണ്. കാരണം ബാക്കിയൊക്കെ ഇവരാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മാറ്റിയാൽ മതി അല്ലേ? അപ്പോൾ ഇതെന്താ ഒരെണ്ണം മാത്രം കളിക്കുന്നവരെണ്ണം എന്താ 20 + 30 50 + 25 75. 100-ൽ 75 പേരും ഒരെണ്ണം മാത്രം കളിക്കുന്നവരാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്താ 2-ഓ അതിൽ കൂടുതലോ കളിക്കുന്നവരല്ലേ? ബാക്കി എത്ര? 25 പേര് 2-ഓ അതിൽ കൂടുതലോ കളിക്കുന്നവരെ. ഈ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ എളുപ്പമായിട്ട് കിട്ടും. ഈ ലോജിക്ക് പെട്ടെന്ന് കളിക്കുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ കിട്ടും. 25 ഉത്തരം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് കണ്ടുപിടിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതേ സെയിം രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ? 20 + 30 + 35 + 12 + 7 + 3 പ്ലസ് ഇത് ഈക്വൽ ടു 100 എഴുതിയിട്ട് അതെല്ലാം കൂട്ടിയിട്ട് അതിനെ 100 ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇത് വരും. അതും 25 ആയിരിക്കും വരിക അല്ലേ? കാരണം എന്താ ഇത് 75 + 12 3 5 7 എന്താ ഇതിനകത്ത് ഇത് 22. 75 22 എന്തായി? 75 22 പ്ലസ് ഡാഷ് ഈക്വൽ ടു 100. അപ്പോൾ 97 പ്ലസ് ഡാഷ് ഈക്വൽ ടു എന്താണ് 100 എന്ന് പറഞ്ഞിട്ട് ബാക്കി എന്താ ഡാഷ് ഈസ് ഈക്വൽ ടു 100 - 97 3. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴും 3 3 6 12 18 7 25 അങ്ങനെയും വരും. അപ്പോൾ അങ്ങനെ പോകുന്ന ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള റൂട്ടാണ്. അതിലും നല്ലത് ഞാൻ ഈ ആദ്യം പറഞ്ഞ ഈ ലോജിക്ക് വെച്ച് സോൾവ് ചെയ്യുന്നതാണ്. ഓക്കെ.